നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സർഗോത്സവം. സനാതനധർമ്മത്തിന്റെ ചൈതന്യം പകർന്ന് ബാലധർമ്മം പഠിതാക്കൾ. കേരളകാശി എന്നറിയപ്പെടുന്ന തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന് മാറ്റുകൂട്ടി സനാതന സ്കൂൾ ഓഫ് ലൈഫിന്റെ വാർഷികാഘോഷമായ സർഗോത്സവം അരങ്ങേറി. ആത്മീയ പഠനത്തിനും സനാതനധർമ്മ പരിപാലനത്തിനും മുൻതൂക്കം നൽകുന്ന സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പുതുതലമുറയ്ക്ക് ഭാരതീയ സംസ്കൃതിയെ അടുത്തറിയാനുള്ള വലിയൊരു വേദിയായി മാറി. സനാതന സ്കൂൾ ഓഫ് ലൈഫ് മാനേജിംഗ് ട്രസ്റ്റി നാരായണ ശർമ്മ, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർ മനോജ് കുമാർ, പ്രമുഖ യോഗ അധ്യാപിക ഡോക്ടർ അജ്ദ ബി, സംസ്കൃത അധ്യാപകരും ഭാഗവതാചാര്യനുമായ അരുണൻ ഇരളിയൂർ, അധ്യാപിക അഞ്ജന അരുണൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനെ കുറിച്ച് ചടങ്ങിൽ സംസാരിച്ച പ്രമുഖർ സ്കൂളിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം. ക്ഷേത്രങ്ങളോട് ബന്ധപ്പെടുത്തി ഇതുപോലെയുള്ള സനാതന ധർമ്മ പഠനം വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് അനേക ക്ഷേത്രങ്ങളുണ്ട്, നമുക്കറിയാം. പല പല പരിപാടികൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് നേടുന്നു എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ആലോചിക്കേണ്ടതാണ്, ചോദിക്കേണ്ടതാണ്. അപ്പോൾ അതിന് തീർത്തും വിരുദ്ധമായിട്ട് അതിൻ്റെ മറ്റ് പല ദിക്കിലും കാണാത്തതാണ് നമ്മൾ താല്പര്യമുള്ള ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നത്. 2025-26 അധ്യയന വർഷത്തെ ബാലധർമ്മം പഠന പരിപാടിയിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മുതിർന്ന സംസ്കൃത പഠിതാക്കളും ചേർന്ന് അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ കാണികളെ വിസ്മയിപ്പിച്ചു. കുട്ടികൾ അണിനിരന്ന ഭജനയും അതിനോടൊപ്പമുള്ള യോഗ പ്രദർശനവും സർഗോത്സവത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. ഏകാഗ്രതയും ഭക്തിയും ഒത്തുചേർന്ന ഈ പ്രകടനം സദസ്സിനെ ഭക്തി നിർഭരമാക്കി. സോപാന സംഗീതം, സംസ്കൃത ഗീതം, ക്ലാസിക്കൽ നൃത്തം എന്നിവ ഭാരതീയ കലയുടെ തനിമ ഒട്ടും ചോരാതെ വിദ്യാർത്ഥികൾ വേദിയിലെത്തിച്ചു. ബാലധർമ്മം പഠന പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സനാതനധർമ്മത്തിന്റെ അറിവുകൾ കേവലം പുസ്തകങ്ങളിൽ ഒതുക്കാതെ ജീവിതചര്യയുടെ ഭാഗമാക്കാൻ പ്രേരിപ്പിക്കുന്ന സ്കൂളിന്റെ ഈ രീതി ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.